പുതിയതായിട്ട് ഓൺട്രപ്രണർ ആകണം അല്ലെ ബിസിനസ്മാൻ ആകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളിൽ പലരും. പക്ഷേ നമ്മുടെ കൂട്ടത്തിൽ ഒരു വലിയൊരു തെറ്റായ ചിന്താഗതിയുണ്ട്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് എന്ന് പറയുന്നത്, നമ്മൾ പറയും നമുക്ക് പൈസ ഇല്ല തുടങ്ങാൻ, ഒന്നും ഇല്ലല്ലോ, ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ടെല്ലാം തുടങ്ങാതെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു മുടന്ത ന്യായം പറഞ്ഞിട്ട് ബാക്കോട്ട് പോകുന്ന ആളുകളുണ്ട്. ഒന്നാമത്തത്. രണ്ടാമത്തെ എന്ന് പറയുന്നത് എല്ലാം ആയിട്ടാമ തുടങ്ങാൻ എന്ന് പറയാം. നമ്മളിപ്പോൾ പ്രോട്ടോടൈപ്പ് എന്ന് പറയും, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പ്രോട്ടോടൈപ്പ് എന്ന് പറയുമ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ, സർവീസോ പ്രൊഡക്റ്റോ ലോഞ്ച് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ അതിന്റെ ഒരു ഡിസൈൻ തയ്യാറാക്കുമല്ലോ. ഇങ്ങനെ ആയിരിക്കും പ്രൊഡക്റ്റ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കൊക്കക്കോളേന്റെ തുടക്കത്തിലുള്ളതും പുതിയതും ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ മനസ്സിലാവും. ഫസ്റ്റത്തെ പ്രോട്ടോടൈപ്പ് കൊക്കക്കോളേന്റെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, കാണാൻ വലിയ ഭംഗിയൊന്നും ഇല്ല, വലിയ ഫ്ലേവറും കാര്യമൊന്നും ഇല്ല. ആ സമയത്തൊക്കെ തുടങ്ങുമ്പോൾ അത്ര മാത്രമേ ഉണ്ടായുള്ളൂ. പിന്നീടാണ് പ്രൊഡക്റ്റ് ഡെവലപ്പായി വന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ പ്രോട്ടോടൈപ്പ് നമ്മൾ നിസ്സാരമായിട്ട് അല്ലെങ്കിൽ ഒരു വരച്ചുണ്ടാക്കിയതോ അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്താൽ മതി. നമുക്കത് കറക്റ്റ് ഫുള്ള് അതിന്റെ പൂർണ്ണമായിട്ടുള്ള വർക്കിംഗ് ചെയ്യണം തന്നെയില്ല. നമ്മൾ ആ ഒരു വർക്കിങ്ങിൽ നമ്മൾ ലോഞ്ച് ചെയ്യുക, ആ ലോഞ്ച് ചെയ്തിട്ട് ആൾക്കാർ റെസ്പോൺസ് എല്ലാം എടുക്കുക, എന്തൊക്കെ അതിൽ ഇമ്പ്രൂവ് ചെയ്യണം, അതിനുശേഷം അതൊക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് ഇമ്പ്രൂവ് ആക്കിയിട്ട് പ്രൊഡക്റ്റിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുക. പലരും പറയും നമുക്കൊന്നുമില്ല, നമ്മളെ കൈമേലൊന്നുമില്ല, എൻ്റെ വീട്ടുകാരൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ഞാനിങ്ങനെ ഇതായിപ്പോയി, എനിക്ക് ബിസിനസ്സുകാരനാണോ, ഇൻവെസ്റ്റ്മെന്റ് വേണം, 10 ലക്ഷം വേണം. ഞാൻ ആദ്യം ചോദിക്കുന്നത്, നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇതുപോലെ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ചെറിയ രീതിയിൽ തുടങ്ങുക. ഞാനിപ്പോൾ 4ഓളം ബിസിനസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ UK ഇപ്പോൾ ചെയ്യുന്നുണ്ട്. എൻ്റെ എല്ലാ ബിസിനസ്സും ഞാൻ എടുക്കുകയാണെങ്കിൽ തുടങ്ങിയത് ഒന്നും ഇല്ലാണ്ട്, ₹1 കൈമില്ലാണ്, ഒരു 7 വർഷമായിട്ടുള്ള ഒരു ബിസിനസ് എൻ്റെ കയ്യിലുണ്ട്. അതും ആ രീതിയിൽ തന്നെയാണ് എല്ലാം ചെയ്തത്. UK ഇപ്പോൾ ഞാൻ ഒരു ബിസിനസ് തുടങ്ങിയത്, ഈവൻ UK ഡെവലപ്ഡ് കൺട്രീസ് ആണ്, ഇവിടെ ഒരു ബിസിനസ് തുടങ്ങിയത് എൻ്റെ കയ്യിൽ ₹1 ഇല്ല, ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു രീതിയിലാണ് ബിസിനസിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്. നമുക്ക് ഫേസ്ബുക്ക് എടുക്കാം, അല്ലെങ്കിൽ എലൻ മസ്ക്, അല്ലെങ്കിൽ ജെഫ് ബിസോസ്, ഇവരൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇവരൊക്കെ തുടങ്ങിയത് ഇങ്ങനെയാണ്. അല്ലെങ്കിൽ നമ്മളെ സ്റ്റീവ് ജോബ്സ്, ഒരുപാട് ആൾക്കാർ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അവരൊക്കെ സ്ക്രാച്ചിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്ത് തുടങ്ങിയത്. അപ്പൊ നമ്മളും ആ രീതിയിൽ ഇനിയൊന്ന് വെയിറ്റ് ചെയ്യാതെ മുന്നോട്ടേക്ക് ഇറങ്ങുക, ചെയ്ത് നോക്കുക. അതില്ല ഇതില്ല എന്ന് പറയുന്നതിന് പകരം കയ്യിൽ എന്താണുള്ളത് അത് വെച്ച് തുടങ്ങുക. കുറേ പൈസ ഒന്നും ചെലവാക്കാതെ ചെറിയൊരു പൈസയിലൊക്കെ ടെസ്റ്റ് ചെയ്ത് ആൾക്കാർ റെസ്പോണ്ടും കാര്യമൊക്കെ എടുത്ത് ഇത് നടക്കുകയോ ഇല്ലയോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് പോവുക.